നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഹരി. എന്താ ചെയ്യുന്നുണ്ടോ? ഇലക്ട്രീഷ്യനാണ്. അപ്പൊ നാളെ പാലക്കാട്ടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇവിടുത്തെ വോട്ടറല്ലേ? ഇവിടുത്തെ വോട്ടർ തന്നെയാണ്. എന്താ അവസ്ഥ? എന്താ ഇവിടുത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ മാറ്റങ്ങളുണ്ട് പാലക്കാട്? പാലക്കാട് എന്തായാലും മാറ്റം ഇപ്രാവശ്യം ഉണ്ടാവും, ഉറപ്പായി. MLA ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തനാണോ? ഒരിക്കലും ഇല്ല. ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാം. നമുക്ക് KSRTC എടുക്കാം. KSRTCനെ കുറിച്ച് നോക്കിക്കോളൂ. KSRTC ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് 40-50 ബസ് നിന്നവിടെ ഇപ്പോൾ ഒരു 10 ബസ് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു മൂത്രപ്പുര പോലും ഇല്ല മര്യാദക്ക്. ഇതാണ് അടക്കം കോൺട്രാക്ടിന് കൊടുത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഗവൺമെന്റിന്റെ ഫ്രീ ആയിട്ട് ഓരോ പൗരനും മൂത്രം ഒഴിക്കാൻ പറ്റുന്ന സ്ഥലമടക്കം ഗവൺമെന്റിന് കോൺട്രാക്ട് പുറത്ത് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം കളിച്ച കളിയാണ് ഷാഫിന്റെ. വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. ഈ ബൈ ഇലക്ഷൻ തന്നെ ഷാഫിന്റെ കയ്യിൽ നിന്ന് പൈസ തരത്തി നടത്തണം എന്നാണ് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇവിടുന്ന് അതിമോഹിച്ചിട്ട് വടകര പോയി നമ്മുടെ പാലക്കാട് ജനതകളെ എല്ലാവരിനെയും ഒഴിവാക്കി അവരിനെ വേണ്ട എന്നുള്ള രീതി മനോഭാവത്തിൽ നാളെ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കണം. കുറേ പേരിട്ട് രണ്ടാമത് തൊഴിൽ കളഞ്ഞ് പിന്നെ അവർ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പിന്നെയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് വരേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഒരു 3 വർഷം നിന്നുകൊണ്ട് തന്നെ അതിമോഹിച്ചുകൊണ്ട് നമ്മൾ വടകരയിൽ പോയിട്ട് അവിടെ ജയിച്ചു. അപ്പോൾ പാലക്കാടുകാരനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഓരോ യുവാക്കളായാലും എല്ലാവരും ഓരോരുത്തരുടെ തൊഴിൽ കളഞ്ഞിട്ടാണ് നമ്മൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഷാഫി ചെയ്തത് ഒരു പാലക്കാടിനോടുള്ള ഒരു ക്രൂരതയാണെന്ന് തന്നെ പറയാം. ചതിയാണ്. ഇപ്പോൾ പാലക്കാടുള്ള ഈ മുനിസിപ്പാലിറ്റിക്ക് പുറമെ പഞ്ചായത്തുകളൊക്കെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ? പഞ്ചായത്ത് ഇപ്പോഴും പഴയ പഞ്ചായത്ത് എന്താണോ അതേ തന്നെയാണ് ഇപ്പോഴും. പഞ്ചായത്തിൽ എന്താ അവിടെ മാറ്റം? വെറും കുഗ്രാമങ്ങളായിട്ട് തന്നെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ST കോളനികളൊക്കെ ഒരു വികസനവും, കുടിവെള്ളം പോലും കിട്ടാത്ത എത്ര കോളനികളാണ് പ്രാരിയിലും മാത്തൂരിലും കണ്ണാടിയിലൊക്കെ ഇരിക്കുന്നത്. ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലുതായിട്ടുണ്ടാവും. പക്ഷെ പുറത്തിറങ്ങി നോക്കിയ ഒരു വികസനവും പാലക്കാട് പഞ്ചായത്തിലും നഗരസഭയിലും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോൾ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം എടുത്ത് നോക്കാം. പാലക്കാട് ഏറ്റവും കൂടുതൽ സ്പോർട്സിന് വേണ്ടി ഉണ്ടാക്കി. നമ്മളൊക്കെ സ്പോർട്സ് കളിക്കുന്നതും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ എന്ത് വികസനമാണ് ഇവിടെ നടക്കുന്നത്? അനാശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഒരു മാളിക പോലെ ഉണ്ടായിരുന്നതാണ് പ്രേതാലയം. അതാണ് ഇൻഡോർ സ്റ്റേഡിയം. പാലക്കാട് നഗരസഭ, പാലക്കാടിലെ വിക്ടോറിയ കോളേജിൻ്റെ അവിടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം. എത്ര ഒരു വികസനവും പാലക്കാടിന് വേണ്ടി ഷാഫി പറമ്പിൽ ഇത് ചെയ്തിട്ടില്ല. ഒരു സിന്തറ്റിക് ട്രാക്കിന്റെ കാര്യം പറയും. സ്പോർട്സിൽ സിന്തറ്റിക് ട്രാക്ക് മാത്രം ഉണ്ടായി പോരാ, അവിടെ വരുന്ന കുട്ടികൾക്ക് മൂത്രമൊഴിക്കാൻ ഒരു മൂത്രപ്പുര വേണം. അതുപോലും ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും വികസനം പറയുന്നത് വികസനം. മെഡിക്കൽ കോളേജ്, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ പോകാണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. അത്രയും ഉപകാരമില്ലാത്തൊരു മെഡിക്കൽ കോളേജ്. അതൊരു എന്തിനാന്ന് പോലെ അവർക്ക് തന്നെ അറിയില്ല. മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഒരു OP ഇല്ല, ഒരു ഇതുമില്ല, ഒരു ചികിത്സാ സംവിധാനവും ഇല്ല, ഒരു ഡോക്ടർമാരില്ല. ചോദിച്ചാൽ മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ പാലക്കാട് വന്നിട്ടുണ്ട് വലുതായിട്ട്. മെഡിക്കൽ കോളേജിൽ ഒരു ഉപകാരം പറഞ്ഞ സാധനവും ഇല്ല അതിൽ. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ പാലക്കാട് ജനങ്ങൾ ഇത്രയും കാലം ഈ ഷാഫിയെ വിജയിപ്പിച്ചു വിട്ടത്? ഷാഫിനെ വിജയിപ്പിച്ചു വിട്ടത് പാലക്കാട് ജനങ്ങളല്ല, LDF ആണ്. പാലക്കാട് പോയ വേഷം ഷാഫി ജയിച്ചത് LDF കാരനാണ്, അല്ലാണ്ട് പാലക്കാട് ജനങ്ങളെ വിചാരിച്ചിട്ടല്ല. അത് നമ്മുടെ AM ശംസീർ സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിയമസഭയിൽ, ഷാഫി നിങ്ങൾ എങ്ങനെയാ ജയിച്ചു ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ രീതിയുണ്ട്. ഓർമ്മയുണ്ടോ? ബൈറ്റൊക്കെ AK ബാലൻ ഈ ഇടയ്ക്ക് പറഞ്ഞില്ലേ? ഇതൊക്കെ ജയിപ്പിച്ചു വിട്ടത് പാലക്കാട് ജനങ്ങളല്ല, CPM ആണ്. ഈ പ്രാവശ്യം CPM ജയിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അങ്ങനെ CPM-ന്റെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പാലക്കാട് CPM ഉണ്ട്. അതിന് പാലക്കാട് നിയമസഭ മണ്ഡലത്തിൽ CPM ഉണ്ടോ? ഈ മേലേക്ക് വളരുന്നതാണ് പാർട്ടിന്റെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. താഴത്തോട്ടേക്ക് വളരുന്നത് പാർട്ടിന്റെ പ്രവർത്തനമല്ല. CPM-ന്റെ ലാസ്റ്റ് 3 ഇലക്ഷൻ നോക്കി വോട്ട് കുത്തനെ കുറഞ്ഞു വരിക അല്ലാണ്ട് കൂടി വന്നിട്ടില്ല ഇതുവരെയായിട്ട്. CPM പറയുന്നത് പാലക്കാടിൽ ഒന്നുമില്ല. ഇപ്പൊ സരിനെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കാണിക്കണ്ടേ, ഒന്നും ആവാനൊന്നും പോകണില്ല. അതുകൊണ്ട് ഇപ്പോൾ സരിൻ സാധാരണ രീതിയിൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ, CPM-ന്റെ വോട്ടുകൾ നേടിക്കഴിഞ്ഞാൽ അത് BJP ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സരിൻ അവന്റെ പാർട്ടി വോട്ട് നേടിക്കഴിഞ്ഞാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് കൃഷ്ണകുമാർ ജയിക്കും. എന്താ ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ ഒരു അവസ്ഥ എന്താണ്? സാധ്യതകളുണ്ടോ? കൃഷ്ണകുമാറേട്ടൻ ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാൻ ആയിരുന്നു. അതിനു മുമ്പ് 2 പ്രാവശ്യം, അതായത് പാലക്കാട് കൊപ്പമ്പാടില് സ്ഥാനാർത്ഥിയാവുമ്പോൾ 18ാം വാർഡില് അന്ന് BJP 3ാം സ്ഥാനത്തായിരുന്നു. കൃഷ്ണകുമാറേട്ടൻ അട്ടിമറിച്ചുകൊണ്ടാണ് അന്ന് PV രാജേഷ്, അന്നത്തെ പാലക്കാട് നഗരസഭ ചെയർമാൻ, അട്ടിമറിച്ചുകൊണ്ടാണ് അന്ന് കൃഷ്ണകുമാറേട്ടൻ വിജയിച്ചത്. കൃഷ്ണകുമാറേട്ടനെ പാലക്കാട് നഗരസഭയിൽ എല്ലാ വ്യക്തികളായിട്ടും നല്ല പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ട്.
കൃഷ്ണകുമാറേട്ടന് പാലക്കാട് നഗരസഭയായിട്ട് നല്ല ബന്ധമുള്ളതും കൊണ്ട് കൃഷ്ണകുമാറേട്ടന് പാലക്കാട് നഗരസഭ ഒരിക്കലും കൈവിട്ടില്ല. നിയമസഭാ മണ്ഡലത്തിലും പഞ്ചായത്തിലും ഉറപ്പായിട്ട് അത്രയും നല്ല ഭൂരിപക്ഷവും കിട്ടുകയും ചെയ്യും. പാലക്കാട് ഈ പ്രാവശ്യം കൃഷ്ണകുമാറേട്ടൻ എന്തായാലും ജയിക്കും. ഈ നമ്മുടെ പഞ്ചായത്തുകളുടെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രവർത്തനം പോലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന അത്രയും ഒരു വോട്ടിംഗ് മെജോറിറ്റി BJPക്ക് ഈ കണ്ണകി അല്ലെങ്കിൽ നമ്മുടെ മാത്തൂര്, കണ്ണാടി, അതോടൊപ്പം തന്നെ ഈ പിരായിരി പോലുള്ള പഞ്ചായത്തുകളിൽ അങ്ങനെ ഒരു മെജോറിറ്റി കിട്ടാറില്ല. ഇത്തവണ അതിനുള്ള വല്ല സാധ്യതകളുണ്ടോ? ഇത്തവണ അവിടെ തന്നെ ഉള്ള 3 പഞ്ചായത്തുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ പഞ്ചായത്തുകളിൽ 3-ാം സ്ഥാനം നിന്ന് നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് 2-ാം സ്ഥാനത്തേക്ക് അടക്കം വരാനുള്ള ചാൻസും അവിടെ അതുപോലുള്ള അടിത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ ഫലം തന്നെ നമുക്ക് 23-ാം തീയതി വോട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അറിയാനും പറ്റും. ഇപ്പോൾ ഇത്രയും കാലം കർണാടകയിലായാലും മാത്തൂരിലായാലും പെരിയാരി പഞ്ചായത്തുകളിലായും അവർ അനുഭവിച്ച ദുരവസ്ഥയ്ക്കുള്ള ഒരു മാറ്റം തന്നെ ഈ ശ്രീ കൃഷ്ണകുമാർജിയെ വിജയിപ്പിച്ചത് കാരണം അവർക്ക് നേടാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എത്രയും കൃഷ്ണകുമാർജി നേരിട്ട് പോയി കണ്ട് വിലയിരുത്തി ഓരോ പ്രവർത്തനങ്ങളും അവിടുത്തെ പഞ്ചായത്തുകളായാലും എല്ലാത്തിനും വിലയിരുത്തി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ആ 3 പഞ്ചായത്തുകളിൽ നിന്ന് BJPക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് എല്ലാവരുടെയും ആത്മവിശ്വാസം. പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരുടെയും ആത്മവിശ്വാസം. ആ 3-ാം സ്ഥാനം പോയ പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം 2-ാം സ്ഥാനം അല്ലെങ്കിൽ 1-ാം സ്ഥാനം 100% ഉണ്ടാവും എന്നുള്ളത് ഒരു മാറ്റവുമില്ല. ഇവിടെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ, സ്ഥാനാർത്ഥികളൊക്കെ സരീനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇവരൊക്കെ ഒന്ന് രഥം വലിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ കണ്ടിരുന്നു. വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൽപ്പാത്തി പ്രദേശത്ത് ഒരു ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ കൽപ്പാത്തിയിലെ ജനങ്ങൾക്കൊപ്പം ഈ 2 രാഷ്ട്രീയ പാർട്ടി ഈ നേതാക്കന്മാർ നിൽക്കുമോ? അത് 100% എഴുതി തരാം. 2 പാർട്ടിയിലെ ഒരു നേതാക്കൾ പോലും അതിനെതിരെ ഒരു കാര്യം പോലും ചെയ്യില്ല. കൽപ്പാത്തിയിൽ എന്ത് തന്നെ വന്നാലും കൽപ്പാത്തി ജനങ്ങളുടെ ഒപ്പം ഈ നടക്കാൻ പോണ മുനമ്പമായാലും ശരി, വഖഫ് ബോർഡിന്റെ പ്രശ്നമായാലും ശരി, മുനമ്പം പോലെ നടക്കാൻ പോണ പ്രശ്നങ്ങളിൽ കൽപ്പാത്തി പോലെയുള്ള ഒരു പ്രദേശത്ത് നടന്നാൽ അതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ പോണത് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും മാത്രമായിരിക്കും. CPM അല്ലെങ്കിൽ കോൺഗ്രസോ ഒരിക്കലും അതിനെതിരെ ഒരു പ്രതികരണവും നടത്തില്ല. അവർക്ക് വേണ്ടി ഒരു കാലത്ത് നിൽക്കാൻ പോകണില്ല. ഇപ്പൊ പാലക്കാട് നഗരസഭയിലെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി, പൈതൃക ഗ്രാമമാണ്. പൈതൃക ഗ്രാമത്തില് ഇതുവരെ നടക്കുന്ന ഈ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിനോട് മുൻപ് നടക്കുന്ന ഒരു ഭജനോത്സവമുണ്ട്. ഈ പാലക്കാട് ഭജനോത്സവത്തിൽ ഇതുവരെയായിട്ട് പാലക്കാട് MLA ഇരുന്ന എല്ലാവരും, അതായത് C. ദിവാകരൻ ഇരുന്നുണ്ട്, വിജയരാഘവൻ ഇരുന്നുണ്ട്, ഇപ്പൊ തന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ ഇരുന്നുണ്ട്. ഒരു സ്ഥിരം പേജ് ഇതുവരെയായിട്ട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഭജനോത്സവത്തിന്, സംഗീതോത്സവത്തിന്. അതുപോലും നിർമ്മിച്ചു കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ അവിടെ പോയിട്ട് വഖഫ് ബോർഡിന്റെയോ അല്ലെങ്കിൽ മുനമ്പത്തിന്റെ എന്തെങ്കിലും പ്രശ്നം, ഈ മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് ചെയ്തു കൊടുക്കുന്ന ഒരു ഉറപ്പും പ്രതീക്ഷിക്കുന്നില്ല. ഉറപ്പാണ്. അതിനുവേണ്ടി ഞങ്ങൾ മാത്രമേ, അതിനുവേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ മുന്നിട്ടുണ്ടാവുള്ളൂ. ഷാഫി പറമ്പിൽ അപ്പൊ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും വഞ്ചിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ഷന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഇല്ല. പാലക്കാട് പോലെ ഷാഫിക്ക് ഏറ്റവും കൂടുതൽ ഇമേജ് ഉണ്ടാക്കി കൊടുത്തത് പാലക്കാടാണ്. അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഷാഫി പറമ്പിലെ ഈ പാലക്കാട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് വടകരയിൽ, അതായത് ന്യൂനപക്ഷമായ ആൾക്കാരുടെ വോട്ടുകൾക്ക് വേണ്ടി അവിടെ പോയി നിന്ന് MP ആയിട്ട് ഇപ്പോൾ പാർലമെന്റിൽ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാടിനെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത്. ഈ തവണ ഷുവറായിട്ടും പാലക്കാട് BJP ജയിച്ചിരിക്കും, ഉറപ്പാണ്. എന്ത് വന്നാലും ശരി. ഷാഫിക്കുള്ള മറുപടി മാത്രമല്ല, ഷാഫിന്റെ ഒപ്പം കൂടെ ചേർന്ന് പോയ സന്ദീപ് വാര്യർക്കുള്ള മറുപടിയും കൂടിയായിരുന്നു. 100%. സന്ദീപ് വാര്യർ ചെയ്തത് വളരെ മോശത്തരവും, ഇത്ര കൊല്ലം സംഘടന എങ്ങനെയാണോ കണ്ടത് ആ സംഘടനയെ അതിനിപ്പോ വ്യക്തികളായ ഓരോ വ്യക്തികൾക്ക് ഓരോ കുറവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം മാറ്റി നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. ഒരു സീറ്റ് കിട്ടിയില്ല പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ ഒരുത്തനെ ഈ പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. സീറ്റിലല്ല കാര്യം, നമ്മൾ പ്രവർത്തിച്ചാൽ അവന് ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് വന്നിരിക്കും. അത് 100% എല്ലാ ഇവിടെ ബേസ്മെന്റിൽ പണിയെടുക്കുന്ന എല്ലാ കാര്യകർത്താക്കൾക്കും എല്ലാ സമയത്തും 100% മാറ്റം ഉണ്ടാവും തന്നെയാണ് പറയാറ്. താമര വിരിയും പാലക്കാട്. നമ്മുടെ സന്ദീപ് വാര്യന്റെ കാര്യം തന്നെ എടുത്താലും, സന്ദീപ് വാര്യർ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൽ അറിഞ്ഞു വരുന്ന തുടങ്ങുന്നത് തന്നെ ഈ ചുരുക്കം കുറച്ച് വർഷങ്ങളായിട്ടാണ്. ഈ ചാനൽ ചർച്ചയിൽ കൂടെ അല്ലാണ്ട് സന്ദീപ് വാര്യന്റെ നാട്ടുകാർക്ക് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
ഒരിക്കലുമില്ല. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് പാലക്കാട് എന്തൊക്കെയോ പെറ്റും എന്തൊക്കെയോ അങ്ങനെ പാലക്കാട് നിന്ന് മലത്തി എടുത്തു കളയും അങ്ങനെ ഒരു വിചാരം പലർക്കും ഉണ്ട്. സന്ദീപ് വാര്യർ വെറും ഒന്നുമല്ല. സന്ദീപ് വാര്യർ പോയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോലുള്ള. പാലക്കാട് സന്ദീപ് വാര്യറിനെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. സന്ദീപ് വാര്യറിന്റെ മുഖത്തടിക്കാൻ പോണ അടിയായിരിക്കും പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ വരുന്ന റിസൾട്ട്. നമസ്കാരം ചേട്ടാ, ഇപ്പോ നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത്രയും വർഷം ഇവിടെ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തനാണോ നിങ്ങൾ? ഇല്ല, ഒരാവശ്യവും ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല, ഒന്നും ചെയ്യില്ല. കേന്ദ്രത്തിന്റെ അക്കൗണ്ട് മുഖാന്തരം എല്ലാ കാര്യവും ഇവിടെ കേരളത്തിൽ പാലക്കാട് നടന്നിട്ടുള്ളൂ. ഇവിടുത്തെ MLA ഒരു കാര്യം ഇവിടെ വന്നിട്ടില്ല. ഇലക്ഷനൊന്നും ജയിച്ചു എന്നല്ലാണ്ട് ഇവിടെ നമ്മുടെ പോലെ ഒരു വാർഡിലേ വന്നിട്ടില്ല. MLA നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്? ഒന്നും ചെയ്തില്ല, നമുക്ക് ഒന്നും ചെയ്യില്ല, നമ്മുടെ വാർഡിനും ചെയ്തില്ല. റോഡ് കിടക്കുന്നതൊക്കെ കേന്ദ്രത്തിന്റെ പദ്ധതി മാത്രം, പൈപ്പുള്ള എല്ലാം കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ ഇത് അലൗഡ് കിട്ടുള്ളൂ. അതും പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഇറങ്ങണമെന്ന് ഇത്രയും അനുകൂലം കിട്ടിയത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ നിങ്ങളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്? അത് തീർച്ചയായിട്ടും വഞ്ചില്ല. MLA ചെയ്യേണ്ടതല്ലേ, നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഗവൺമെന്റ് പൈസ കേരളത്തിൽ ചെയ്യേണ്ടത് പാലക്കാട് ചെയ്യേണ്ടതല്ലേ. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ഒന്നും അറിയില്ലല്ലോ, എന്ത് ചെയ്തതെന്ന് കേട്ടാൽ അറിയില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട, ഇന്നൊക്കെ ചെയ്തു, ഇന്നൊക്കെ വികസനം ചെയ്തു പറയണ്ടേ. ഇതൊക്കെ കേന്ദ്ര അമൃത പദ്ധതിയിൽ എല്ലാം നടപ്പാക്കുള്ളൂ. അതാണ് ഇവിടുത്തെ കാര്യം. ഈ MLA പുതിയൊരു 3.5 കൊല്ലം ഭരിച്ചു, ഒരാൾ MP ആയി. ഇന്ന് MP ആയിട്ട് എന്ത് ചെയ്യാൻ പോകണം? അവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കേന്ദ്രത്താരം ഭരിക്കുന്നത് BJP, ഇവിടെ കേരളത്തിൽ പറയുക ഇടതുപക്ഷം. ഇവിടെ കേരളത്തിൽ പാലക്കാട് BJPക്കാർക്ക് BJPയുടെ ആള് വാർഡിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോ ഈ നാളെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങള് ഈ പ്രാവശ്യം മാറി ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടെ കേരളത്തിലെ പാലക്കാട്ടിലെ എല്ലാവരും കൃഷ്ണകുമാരെ വോട്ട് ചെയ്യുള്ളൂ എന്ന് വാശിയേറിയ മത്സരം പോലെയാണ്. കൃഷ്ണകുമാരെ ഇവിടെ ജയിക്കുള്ളൂ, ഗ്യാരണ്ടി. ഞാൻ വെറ്റ് കെട്ടാൻ പോകുന്നു ആർക്ക് വേണമെങ്കിലും. നിങ്ങളുടെ അതിന്റെ കാരണം വിശ്വസനം ഒന്നുമില്ലല്ലോ. ഇത് കേന്ദ്രത്തിന്റെ പൈസയല്ലേ, 10 കൊല്ലം കേന്ദ്രം കിട്ടുന്ന പൈസയല്ലുള്ളൂ. ഇവിടെ കേരളത്തിൽ ആരാ എന്ത് ചെയ്തിരിക്കണേ? ഇവിടെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതുപോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഈ പാലക്കാടിലെ കൃഷ്ണകുമാർ ജയിച്ചു എന്ന് ഉറപ്പ് ഞാൻ പന്തം കെട്ടിയിട്ടുണ്ട്. അട്ടിമറി കൃഷ്ണകുമാർ വൻ ഭൂരിപക്ഷത്തിലേക്കും BJPക്കാർ ഇവിടെ ആഹ്ലാദ പ്രകടനം നടക്കാൻ പോകുന്നത് ഉറപ്പാണ്. നിങ്ങൾ ഗ്യാരണ്ടി ഞാൻ പറയണു.